ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എത്ര വലിയ ചുമയും മാറുന്നൊരു കഷായത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് എനിക്ക് പരീക്ഷിച്ച ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റീസെൻ്റായിട്ട് നല്ല ചുമയും ഇതൊക്കെ ആയിരുന്നു, തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് വിജയിച്ചൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാവർക്കും ചുമയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്, ഇതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എല്ലാ പച്ചമരുന്നുകളും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഓൾമോസ്റ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു തണ്ട് മുയൽച്ചിവി പറിച്ചു. പിന്നെ പനിക്കൂർക്കയുടെ 2-3 ഇല പറിച്ചു. പിന്നെ നമ്മുടെ തുളസി ഒരു 3-4 തണ്ട് പറിച്ചു. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന എല്ലാ പച്ചമരുന്നുകളും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതാ ഒരു പൂവാങ്കുരുന്നില എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല. ഇതാണ് നമ്മുടെ പൂവാങ്കുരുന്നില. അപ്പോൾ അതൊരു തണ്ട്. പിന്നെ നമ്മുടെ ചുമക്കൂർക്ക, ഇതാണ് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത്. പനിക്കൂർക്കയും ചുമക്കൂർക്കയും തമ്മിൽ വ്യത്യാസമുണ്ട്. പനിക്കൂർക്കയുടെ ഇലയ്ക്ക് കുറച്ച് കട്ടി കൂടുതലായിരിക്കും, ചുമക്കൂർക്കയുടെ ഇലയ്ക്ക് കട്ടി കുറവാണ്. അതുപോലെ അതിൻ്റെ സ്മെല്ലും വ്യത്യാസമുണ്ട്. അപ്പോൾ ചുമക്കൂർക്ക ഒരു 3-4 ഇല എടുത്തു. പിന്നെ നമ്മുടെ നാടൻ ഇഞ്ചി, അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതായി കണ്ടോ നിങ്ങൾ, ഇഞ്ചിപ്പൂവ് കാണാത്തവർ ഇവിടെ കാണാം. ഇപ്പോൾ ഇവിടെ ഒരു ഇഞ്ചിപ്പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഒരു കഷ്ണം പറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ആടലോടകമാണ്. അപ്പോൾ ആടലോടകം നമുക്ക് വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് നമ്മുടെ ചുമക്കൂർക്കയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പനിക്കൂർക്ക, അപ്പോൾ ഞാൻ പറിച്ചതെല്ലാം ഒന്നും കൂടെ നിങ്ങൾ കാണിച്ചു തരാം. ഇത് പനിക്കൂർക്ക, ചുമക്കൂർക്ക എടുത്തു. പിന്നെ നമ്മുടെ ഇത് പൂവാങ്കുരുന്നിലയുടെ ഒരു ചെറിയൊരു ചെടി. പിന്നെ നമ്മുടെ മുയൽച്ചെവി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ കാണാം. ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മുടെ പറമ്പിൽ ഉണ്ടാവും. പിന്നെ നമ്മുടെ തുളസി, പിന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇനി നമുക്ക് വേണ്ടത് ആടലോടകമാണ്. അപ്പോൾ ആടലോടകം മാത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ അടുത്ത വീട്ടിൽ നിന്ന് പറിച്ചതാണ്. അപ്പോൾ ചെറിയ ആടലോടകമാണ് വേണ്ടത്. അപ്പോൾ ഇത് ചെറിയ ആടലോടകമാണ്. ഇതാണ് ആ ചെറിയ ഇലയുള്ള ആടലോടകം, അതാണ് നമ്മൾ എടുക്കേണ്ടത് ഇതിനായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ജീരകവും കുറച്ച് കുരുമുളകും. അപ്പോൾ ഇതിനൊരു കൗണ്ട് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഓഡ് നമ്പേഴ്സ് വേണം എപ്പോഴും എടുക്കാനായിട്ട്, അതായത് ഒറ്റ സംഖ്യ. ഇപ്പം ഞാനിവിടെ ഒരു 9 കൂട്ടമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ 7 കൂട്ടം, അല്ലെങ്കിൽ 9 കൂട്ടം, അല്ലെങ്കിൽ 11 കൂട്ടം, അങ്ങനെ നമ്മളെപ്പോഴും എടുക്കാൻ ശ്രമിക്കണം. ഇരട്ട സംഖ്യ എടുക്കില്ല. അങ്ങനെയാണ് നമ്മുടെ മുതിർന്നവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. അപ്പോൾ അമ്മ പറഞ്ഞത് അങ്ങനെ ഒറ്റ സംഖ്യ എടുക്കണം എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 9 കൂട്ടം സാധനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം നന്നായിട്ട് ഇതൊക്കെ ഒന്ന് കഴുകി, ഇപ്പോൾ നമ്മൾ മണ്ണിൽ നിന്ന് പറിച്ചാണ്, അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി. അപ്പോൾ ഞാനിതെല്ലാം വേറെപ്പാടാണ് ഇതിലേക്ക് ഇടുന്നത്. നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ട് അതവിടെ ഒന്ന് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ആ സമയത്ത് നമ്മുടെ ഇഞ്ചിയും കുരുമുളകും ഒന്ന് ചതച്ചെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ വെള്ളം വാർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലാം കൂടെ ചേർത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് വേരും തണ്ടും ഇലയൊക്കെ ഉൾപ്പെടെ നമ്മൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തു. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട്, ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് നമ്മുടെ ഇഞ്ചിയും നമ്മുടെ കുരുമുളകും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ അതൊന്ന് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ചെറിയ ജീരകമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അത് മറക്കരുത്, പെരുംജീരകമല്ല, ചെറിയ ജീരകം. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കി. ഇനി നമുക്ക് നമ്മുടെ ഇലകൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ക്രിസ്പി ആവുന്ന വരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അത് ഏകദേശം ഇതൊരു ക്രിസ്പി, അതായത് ഒരു കരകരാന്ന് നമുക്കിത് വറന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ അളന്നിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഈ 3 ഗ്ലാസ് വെള്ളത്തിനെ വറ്റിച്ചിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളമാക്കി മാറ്റണം. അപ്പോൾ ഇത് നമ്മൾ 1 ഗ്ലാസ് വെച്ച് കുടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെച്ചിട്ട് രാവിലെയും വൈകിട്ടും അങ്ങനെ ഒരു അടുപ്പിച്ച് 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, അതും ഒരു ഒറ്റ സംഖ്യ കണക്കിലാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ അത് നല്ല എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ ശർക്കര, ഞാനിപ്പോൾ ഇവിടെ വെള്ളം ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ശർക്കരയുടെ 2 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ടേസ്റ്റ് വേറെ ഒരു വ്യത്യാസമില്ല. നമ്മുടെ സാധാ ചുക്ക് കാപ്പിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ ശർക്കര നമുക്ക് മധുരം ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, അത് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര ചേർത്തു.
ഇനി നമ്മൾ അത് ഞാൻ പറഞ്ഞ പോലെ ഒരു 1.5 ഗ്ലാസ് രീതിയിൽ അത് വറ്റിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ചുമക്കുള്ള വറക്കഷായം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ല എഫക്റ്റീവായിരിക്കും. ഞാനിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ അതിൻ്റെ ചുമ കുറഞ്ഞ് കിട്ടിയൊരു സാധനമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുക്കുമ്പോൾ ഓഡ് നമ്പേഴ്സായിട്ടോ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയായിട്ട് എടുക്കാൻ ശ്രമിക്കണം. ഇരട്ട സംഖ്യയിൽ എടുക്കരുത്. അത് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.